ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% താരിഫ് കൂട്ടുമെന്ന് പറഞ്ഞു. അവർ പേടിച്ച് ട്രംപിൻ്റെ കാലം വീണു. ചൈനയുടെ അടുത്ത് പറഞ്ഞ 10% താരിഫ് കൂട്ടുമെന്ന്. അപ്പോൾ ചൈന പേടിച്ചൊന്നുമില്ല. ചൈന തിരിച്ച് പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടുന്ന രീതിയിലുള്ള നിലപാടെടുത്തു. ഒപ്പം അമേരിക്കയെ വെല്ലുവിളിക്കുന്ന പോലെ ഡീപ് സീക്ക് അടക്കമുള്ള മേഖലയിൽ അവർ തങ്ങളുടെ സാന്നിധ്യം കാണിക്കുകയും ചെയ്തു. അപ്പോൾ ടെക്നോളജി പരമായിട്ട് ചൈന അമേരിക്കയ്ക്ക് ഭീഷണി തന്നെയാണ് എന്ന് അവർ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അല്ല, ചൈന ഭീഷണിയാണ് അമേരിക്കയുടെ ഒന്നാം സ്ഥാനത്തിന്. അത് അമേരിക്കയ്ക്ക് അറിയാം. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പലവിധ പരീക്ഷണങ്ങൾ അമേരിക്ക നടത്തുന്നു. അത് ഈ താരിഫ് വെച്ചൊന്നും ചൈനയെ തോൽപ്പിക്കാൻ പറ്റില്ല. താരിഫ് ഇപ്പോൾ അവരിങ്ങോട്ടും താരിഫ് ചുമത്തി. അത് കൂടുതൽ ഡേഞ്ചറസുമാണ്. കാരണം അമേരിക്ക ട്രംപ് പറഞ്ഞില്ലേ, ഡ്രിൽ ബേബി ഡ്രിൽ, എല്ലാ സ്ഥലത്തും കുഴിച്ച് ഉള്ള എണ്ണ മുഴുവൻ പുറത്തെടുക്കുക. ശരി, എണ്ണ പുറത്തെടുത്തു, എന്ത് ചെയ്യാൻ പോകുന്നു ഈ എണ്ണ? ഇത് വാങ്ങാൻ ആരെങ്കിലും വേണ്ടേ? ഇതിൽ വില കുറഞ്ഞ് ഗൾഫിൽ എണ്ണ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഇറാനിൽ കിട്ടുമെങ്കിൽ ആരാ അമേരിക്കയുടെ എണ്ണ മേടിക്കാൻ? അപ്പോൾ അമേരിക്ക എണ്ണയ്ക്ക് ഈ മാനുഫാക്ചറിങ് കോസ്റ്റിനേക്കാൾ താഴെ എണ്ണ വയ്ക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളിൽ അമേരിക്കയിൽ നിന്ന് ചാടും. അത് അമേരിക്കയ്ക്കും അറിയാം, ചൈനയ്ക്കും അറിയാം. ചൈന അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടുള്ളൊരു സിഗ്നലേ കൊടുത്തുള്ളൂ. ശരി, നിങ്ങളിങ്ങനെ ചെയ്യുന്നു, ഒന്ന് $450 ബില്യൺ മറ്റുമാണ് ചൈനയിൽ നിന്ന് അമേരിക്കയുടെ ഇറക്കുമതി. എന്തെല്ലാം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതെല്ലാം കൂടെ ഒറ്റയടിക്ക് അമേരിക്കയ്ക്ക് നിർത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഇതിനകത്ത് എന്തോ ഒരു കളി. ഇപ്പോൾ ആൾക്കാർ സംശയിക്കുന്നത് ടിക്ടോക്ക് നിരോധിച്ചു അമേരിക്കയിൽ. ടിക്ടോക്ക് വലിയൊരു മാർക്കറ്റായിരുന്നു ചൈനയ്ക്ക്, ഭയങ്കര റവന്യൂ നഷ്ടമുണ്ടായി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചൈന ആഞ്ഞ് ശ്രമിക്കുന്നു. അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതിന് പകരം ഇന്ന കൺസെഷൻ ഞങ്ങൾക്ക് തരണം എന്ന് അമേരിക്ക. അമേരിക്കയുടെ ഒരാവശ്യം ടിക്ടോക്ക് ചൈന ഇലോൺ മസ്കിന് വിൽക്കുക. നിങ്ങൾ ഒഴിവായിക്കോ, ടിക്ടോക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേക്ക്. ടിക്ടോക്കിൻ്റെ നിരോധനമല്ലേ അമേരിക്കയിൽ? അതെ, നിരോധിച്ചിരിക്കുകയാണ്. നിരോധനം നീക്കണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥത മാറണം. ഉടമസ്ഥൻ ഇലോൺ മസ്ക് ആയിരിക്കണം. ചൈന അത് വിടണം. ഇപ്പോൾ ഫലത്തിൽ ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ ഇലോൺ മസ്കിൻ്റെ ആയിട്ട് മാറും. എക്സ് അങ്ങേര് വിലക്കെടുത്തില്ലേ, ട്വിറ്ററായിരുന്ന എക്സ്, അതുപോലെ ഇലോൺ മസ്ക് കാശ് കൊടുത്ത് ടിക്ടോക്ക് വാങ്ങാം. ഇതാണ്. ചൈന അതിന് തയ്യാറല്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ഒരു 60% ഷെയർ തരാമെങ്കിൽ നമുക്ക് ജോയിൻ്റായിട്ട് ടിക്ടോക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് ഇലോൺ മസ്ക് വന്നിരിക്കുന്നു. പക്ഷേ അതും ചൈനയ്ക്ക് സമ്മതമില്ല. ടിക്ടോക്ക് നിങ്ങൾ നിരോധിച്ചു, പക്ഷേ ഞങ്ങളത് ഉടമസ്ഥത വിട്ടു തരുന്ന പ്രശ്നമില്ല. ഇതാണ് അവർ തമ്മിലുള്ള യഥാർത്ഥ തർക്കം എന്ന് പറയുന്നു. ഏതായാലും ട്രംപ് ഒരു മാസ്റ്റർ നെഗോഷിയേറ്ററും കൂടെയാണ്, ബിസിനസ്മാനാണ്, ബിൽഡറാണ്, ഡെവലപ്പറാണ്. സാധനങ്ങൾ വിൽക്കാൻ കെൽപ്പുള്ള ആളാണ്. മറ്റുള്ളവർ വീക്കായിട്ട് നിൽക്കുമ്പോൾ കയറിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് സ്വന്തം ടേംസിൽ അവരെ എഗ്രി ചെയ്യിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രഷർ ടാക്സിസ് കളിക്കുന്ന ആളാണ് ട്രംപ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് ചെയ്യുന്നത്. ഇതുവരെ ട്രംപ് സീരിയസ് ആയ ഒരു സ്റ്റെപ്പൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ ട്രംപ് എക്സ്പെക്റ്റ് ചെയ്ത കാര്യം തന്നെയാണ്. 25% മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഡ്യൂട്ടി അടിച്ചാൽ അവർ കീഴടങ്ങും എന്ന് ട്രംപിന് അറിയാം. അവരുടെ വാല്യൂ ഇത്രയേ ഉള്ളൂ എന്നറിയാം. അപ്പോൾ അത് വിചാരിച്ച പോലെ ആ ഡിസൈൻ നടന്നു. ചൈന ട്രംപ് പിടിച്ചെടുത്ത് അങ്ങനെ നിൽക്കില്ല എന്നറിയാം. അതുകൊണ്ട് അവരുമായിട്ട് പതുക്കെ ആ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതാണിപ്പോൾ നടക്കുന്ന സംഭവം. പക്ഷേ ട്രംപിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും മറ്റേ സ്ഥലത്താണ് കേട്ടോ. ഇസ്രായേൽ, ഗാസ, അവിടെയാണ് കോൺസെൻട്രേഷൻ. അല്ല, അങ്ങനെയാണെങ്കിലും ഈ ചൈന ഗൂഗിൾ പോലെയുള്ള ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ അവരുടേതായ ടെക്നോളജിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചൈനയ്ക്കറിയാം ഈ ഗൂഗിളിൻ്റെ ഒരു ഉപയോഗം എന്താണെന്നുള്ളത്. അപ്പോൾ ചൈന ഇങ്ങോട്ട് കടന്നു കയറിയാൽ ഞങ്ങളുടെ സാധനങ്ങൾ ടിക്ടോക്ക് വഴി ചോർത്തിയെടുക്കുമെന്ന് അമേരിക്കയും ഭയപ്പെടുന്നു. അപ്പോൾ ഈ ടെക്നോളജി യുദ്ധമല്ലേ ശരിക്കും നടക്കുന്നത്? അല്ല, ആ യുദ്ധം നടക്കുന്നുണ്ട്. കാരണം ചൈന പറഞ്ഞിരുന്നു ഞങ്ങൾ ഗൂഗിൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഗൂഗിൾ ചൈനയെ എന്തിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം? ഗൂഗിൾ ചൈനയിലില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് അതൊരു ഭീഷണിയായിരുന്നു. ഒരുപക്ഷെ ചൈന ഗൂഗിൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അടയാളമായിരിക്കും ഇപ്പോൾ വിക്കിലീക്സിൽ വന്ന ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ. ഇന്ന ആൾ കാശ് കൊടുത്തു, ഇന്ന സ്ഥാപനങ്ങൾക്ക് പൈസ കൊടുത്തു, അതിൽ ഇന്ത്യയിലെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്
ഇത് ഈ സാധനം പുറത്ത് വിടിയിക്കാനൊരു കാരണം ഒരു പക്ഷേ ചൈനയായിരിക്കും. വിക്കിലീക്സിന് ഈ ഡോക്യുമെൻറ്റ്സ് കൊടുത്തത് തന്നെ ചൈനയായിരിക്കാം. അമേരിക്കൻ ഈ ഗൂഢ നീക്കങ്ങൾ മുഴുവൻ പുറത്താകുന്ന വാർത്തകളാണ് ഈ വന്നത്. അവർ ഒരു ന്യൂസ് ഏജൻസി ഉണ്ടാവുക, USAIDൻ്റെ പൈസ എങ്ങനെ കൈമറിഞ്ഞ ആളുകളിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ട്രെയിലാണ്, മണി ട്രെയിലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ മണി ട്രെയിൽ ചൈനയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരത് റിലീസ് ചെയ്തു. വിക്കിലീക്സിന് കൊടുത്തു ആ ഡാറ്റ, ഇത് താനങ്ങ് അടിച്ചു വന്നു. അപ്പോൾ അയാൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ എന്താ അവരുടെ മീഡിയ ബാരൻസ് എല്ലാം കൂടെ കൂടിയിട്ട് സംഘടനയൊക്കെ ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നവർ. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തു കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. ഇതിൻ്റെ പുറകിൽ ചൈനയാവാം. അമേരിക്കയ്ക്ക് വലിയ എംബറാസ്മെൻ്റ് ആണല്ലോ. പക്ഷേ ട്രംപിന് അതിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ ഞാൻ വന്നപ്പോൾ ഈ നാറ്റക്കേസ് മുഴുവൻ ഞാൻ വലിച്ച് പുറത്തിട്ടു, ഇതൊക്കെ ബീഡൻ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞ് ട്രംപ് കൈ കഴുകുമ്പോൾ ചൈനയ്ക്കുള്ള ലിവറേജ് പോയി. ട്രംപിനെ കുഴപ്പത്തിലാക്കാനാണ് ചൈന ഈ ഡാറ്റ പുറത്തു വിടുന്നത്. പക്ഷേ ഈ ഡാറ്റയ്ക്കൊന്നും ഉത്തരവാദി ട്രംപല്ല. എനിക്ക് മുമ്പിരുന്ന ആളെന്തൊക്കെയോ ചെയ്തതാണ്, അത് അങ്ങനെ തന്നെ ഞാനത് പുറത്തുവിടാനിരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിന് കുറേ അധികം പേപ്പേഴ്സ് ട്രംപിന് ഡീക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചൈന അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്യാമോ എന്ന് നോക്കുന്നു. അമേരിക്ക നീ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നുമില്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ തുറന്നിരിക്കാം. പണ്ട് ഈ ചർച്ചിലിനോട് ഇംഗ്ലണ്ടിലെ ഒരു പത്രം എല്ലാ പത്രസമ്മേളനത്തിനും പറയും, നിങ്ങളെപ്പറ്റിയുള്ളൊരു രഹസ്യം ഞങ്ങൾക്കറിയാം, ഞങ്ങളത് പുറത്തു വിടും. അപ്പോൾ ചർച്ചിലിന് എന്തോ ഒരു സ്ത്രീയുമായിട്ട് എന്തോ ബന്ധമുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഫോട്ടോ ഇവരുടെ കിട്ടിയിട്ടുണ്ട്. ഇത് രഹസ്യ പോലീസുകാർ ചർച്ചിലിനോട് പറഞ്ഞിട്ടുണ്ട്, സാറേ മറ്റടുത്ത് പോയതിൻ്റെ ഫോട്ടോ അവൻ്റെ ഇരിപ്പുണ്ട്, അതാണ് അവനെ പേടിപ്പിക്കുന്നത്. ഒരു ദിവസം ചർച്ചിൽ പറഞ്ഞു, നീ അങ്ങ് പബ്ലിഷ് ചെയ്യണം, പബ്ലിഷ് ആൻഡ് ബി ഡാംഡ്. ഇവൻ പിന്നെ പബ്ലിഷ് ചെയ്തിട്ട് കാര്യമില്ല, പബ്ലിഷ് ചെയ്തോ എനിക്കൊരു നാണക്കേടുമില്ല, പിന്നെ എന്താ. ഇതുപോലെയാണ് ട്രംപിൻ്റെ നിപ്പ്. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, എനിക്ക് രഹസ്യമില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഈ രീതിയിൽ ഉള്ള മനുഷ്യനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ഒരു തന്നെ, മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ. അയാളെ ഹാൻഡിൽ ചെയ്യാൻ ലോകരാജ്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് എല്ലാവരും നിൽക്കുന്നു. ഇയാൾ പറയുന്നത് മുഴുവനൊന്നും എല്ലാവരും മുഖവിലേക്ക് എടുക്കുന്നില്ല. അയാൾ പറയുന്നത് എല്ലാം അങ്ങോട്ട് 100% അയാൾ നടപ്പാക്കുന്നുമില്ല. പക്ഷേ ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വലിയ വലയത്തിനുള്ളിൽ പല കാര്യങ്ങളിലും ചോർത്തിയെടുക്കുകയാണ് പല രാജ്യങ്ങളിൽ നിന്ന്. ഇത് ചൈന അങ്ങോട്ട് പറയില്ല, നിങ്ങൾ ഗൂഗിൾ ഉപയോഗിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങളുടെ നാട്ടിലേക്ക് ഗൂഗിളിനെ കയറ്റുന്നില്ല. ഇപ്പോൾ തലസ്ഥാനത്തേക്ക് മാത്രമേ ഗൂഗിളിന് ഒരു ആക്സസ് ഉള്ളൂ, ഞങ്ങളുടെ വാട്സാപ്പ്, ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ. അപ്പോൾ ഇക്കാര്യം ചൈന തുറന്നു പറഞ്ഞാൽ അത് അമേരിക്കയ്ക്കും തിരിച്ചടിയാവില്ലേ? എന്തിന് തിരിച്ചടിയാവണം? അതൊക്കെ ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ സർക്കാർ മാത്രമേ അറിഞ്ഞില്ല എന്ന് ഭാവിച്ച് നടക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് സ്വന്തം വാട്സാപ്പ്, യൂട്യൂബ്, അത് ഇതൊക്കെ ഇത് ആവശ്യമാണെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി. ഇത് വലിയ സെക്യൂരിറ്റി റിസ്ക്കാണ്. നമ്മളുടെ ജനതയുടെ മുഴുവൻ ഡാറ്റയും അമേരിക്കൻ കമ്പനികളുടെ കയ്യിലുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു സെക്യൂരിറ്റിയും നമുക്കില്ല. നമ്മളുടെ ഡാറ്റ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളെ സ്വഭാവം അനലൈസ് ചെയ്ത് നമ്മളെ പല രീതിയിലേക്ക് കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കാനോ സമാധാനത്തിലേക്ക് പിടിച്ചു നിർത്താനോ ഒക്കെ അവർ വിചാരിച്ചാൽ സാധിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവർ തീരുമാനിക്കുന്ന നരേറ്റീവ് ഓടിക്കൊണ്ടിരിക്കും. അവർ തീരുമാനിക്കുന്ന വാർത്തകൾ മാത്രമേ ടി വിയിൽ വരുള്ളൂ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര കാലമായി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ചൈന ശ്രമിക്കുന്നു എന്നാണ് പറയേണ്ടത്. അന്യോന്യം ചെയ്യുന്നുണ്ട്, രണ്ടുപേരും അന്യോന്യം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ആരായിരിക്കും സമർത്ഥൻ എന്ന് പറയാൻ പറ്റില്ല, രണ്ടുപേർക്കും സാമർഥ്യമുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു ഡയറക്ഷനിൽ പോയിട്ട് ഇത് കലാശിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടല്ലോ സുനിജി, ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല. ലോകത്തിൻ്റെ പ്രവർത്തനം തന്നെ ഇങ്ങനെയാണ്. ഒരുത്തൻ മറ്റൊരുത്തനെ തോണ്ടി അവനിങ്ങോട്ട് തിരിച്ചു തോണ്ടി, അപ്പോഴത്തേക്ക് വേറൊരു സ്ഥലത്ത് വേറൊന്ന് സംഭവിച്ചു. ഇങ്ങനെ അനവരതം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു രംഗമാണ് അന്താരാഷ്ട്ര രംഗം. അവിടെ പെർഫെക്റ്റ് സമാധാനമായി, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സന്തോഷം എന്ന് പറഞ്ഞ് ഒരു മൊമെൻറ്റില്ല. എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പരിഹരിക്കും, കുറേ പരിഹരിക്കാതെ കിടക്കും, അപ്പോഴത്തേക്ക് അതിലും വലിയ പ്രശ്നം വരും, അപ്പോൾ ഇതിൽ ശ്രദ്ധ പോവും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
അല്ല, ഈ ഷീ ജിൻപിങ്ങിനെ ഡൊണാൾഡ് ട്രംപിന് ഇഷ്ടമല്ല. ട്രംപ് വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിലപാടൊക്കെ സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്ഷൻ ഹബ്ബായി കണ്ടിരുന്ന ചൈനയിൽ നിന്ന് ഈ ഉൽപ്പാദനം എല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിയാൽ ചൈന തകർന്നില്ലേ സാമ്പത്തികമായിട്ട്? അത് മാറ്റാൻ എളുപ്പമല്ല. അതാണ് ഈ പറഞ്ഞ കാര്യം സത്യമാണ്. അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചൈന തകർന്നു പോകും. പക്ഷേ എടുത്തു മാറ്റി എവിടെ കൊണ്ടുപോകാൻ? ഇത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ എവിടെയുണ്ട്? മാനുഫാക്ചറിങ് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്സ്. വലിയൊരു ഫാക്ടറി ഉണ്ടാക്കി മെഷീനറി ഇൻസ്റ്റാൾ ചെയ്ത് അത് ചെയ്ത് അവിടെ പ്രൊഡക്ഷൻ തുടങ്ങി, എന്നിട്ട് മറ്റിടത്തെ പ്രൊഡക്ഷൻ നിർത്തി, ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്. ഈ 34 വർഷം കൊണ്ടാണ് അമേരിക്കയിലെ സബ്സ്റ്റാൻഷ്യൽ മാനുഫാക്ചറിങ് ചൈനയിലേക്ക് മാറിയത്. അത് ഓവർനൈറ്റ് തിരിച്ച് അമേരിക്കയിലേക്ക് ആക്കാൻ പറ്റുമോ? 17 വർഷമെങ്കിലും എടുക്കില്ല തിരിച്ചിങ്ങോട്ടാക്കാൻ. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അല്ല, ഈ ടെക്നിക്ക് ആർക്കും അറിഞ്ഞുകൂടായിട്ടല്ല, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഈ കാനഡയും അതുപോലെ തന്നെ മെക്സിക്കോ ഒക്കെ ചെന്ന് വെച്ച് താരിഫ് കൂട്ടരുത് എന്ന് പറയുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു നിർത്തി വെച്ചു. അത് ചൈന അങ്ങനെ പറയുമോ, അല്ലെങ്കിൽ അത്തരം താരിഫ് കൂട്ടൽ അവർ ചെയ്യില്ല. അയ്യോ, ഒരിക്കലും ചൈന അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടിരിക്കും. അതെ. അപ്പം ബ്ലാക്ക് മെയിലിംഗ് നടക്കട്ടെ നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.